അരി കുതിർക്കണ്ട, അരക്കണ്ട. ഇത് എളുപ്പത്തിൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ അരിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിന്റെ റെസിപ്പി ആട്ടോ. സാധാരണ ദോശമാവൊന്നും അരച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ 2 കപ്പ് അരിപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ പൊടി തന്നെ. പിന്നെ 1/2 കപ്പ് ചോറ്, 1/2 കപ്പ് തേങ്ങ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു മാവ് തലേദിവസം രാത്രി തന്നെ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മാത്രം ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുൻപൊക്കെയാണ് മാവ് തയ്യാറാക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ 2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം നരച്ചെടുക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ കൺസിസ്റ്റൻസി. ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഒരു മാവ്. ഇനി ഇത് മൂടി വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും തന്നെ നല്ലോണം പൊങ്ങി വരും. നല്ല ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു 3/4 മണിക്കൂറൊക്കെ മതി. ഇതിപ്പോൾ 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മാവ് ഇങ്ങനെ പൊങ്ങി വരാനായിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നല്ല ചൂടായ പാനിലേക്ക് ഓരോ തവി മാവായിട്ട് ഒഴിച്ചു കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിറയെ ഹോൾസ് പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമന്റ്സ്